മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച വിനീത് കുമാർ എന്ന വെള്ളാരം കണ്ണുള്ള സുന്ദരനായ കുട്ടിയെ പ്രേക്ഷകർ അന്നേ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ജോമോളിൻ്റെ കഴുത്തിൽ മാലയിടുന്ന ചന്തുവിൻ്റെ ബാല്യം. പിന്നെ ഭരതം സിനിമയിലെ നെടുമുടി വേണുവിൻ്റെ മകൻ്റെ റോളിൽ നല്ല പെർഫോമൻസാണ് വിനീത് കാഴ്ചവെച്ചത്. അല്പം മുതിർന്നപ്പോൾ ദേവദൂതനിൽ കണ്ടു. കരളെ നിൻ കൈപ്പിടിച്ചാൽ എന്ന പാട്ടും അന്ധനായ വിനീതിൻ്റെ അഭിനയവും മനോഹരമായിരുന്നു. പിന്നെ കൺമഷി എന്ന സിനിമയിലെ നായകവേഷം. മുതിർന്നപ്പോൾ ലഭിച്ച വേഷങ്ങളൊന്നും അത്ര കണ്ട് ശോഭിച്ചിരുന്നില്ല. നല്ല സംവിധായകർ ഒന്നു ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിലെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയി മാറുമായിരുന്ന താരമാണ് വിനീത്. ഒരു കാലത്ത് ഇദ്ദേഹം ചെയ്ത എല്ലാ വേഷങ്ങളും റൊമാൻറ്റിക് കോമഡി സിനിമകളായിപ്പോയി. ഒരുപക്ഷെ കൃത്യസമയത്ത് ആക്ഷൻ സിനിമകളിലേക്ക് ഇദ്ദേഹം ശ്രദ്ധ മാറ്റിയിരുന്നുവെങ്കിൽ വിനീതിന് ഇന്ന് ഉയരങ്ങളിലെത്താമായിരുന്നു. ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് വിനീതിൻ്റെ പ്രായം 47 കഴിഞ്ഞത്രേ. പക്ഷേ ലുക്കിൽ ഒരു 35 വയസ്സേ തോന്നിക്കുന്നുള്ളൂ. നല്ല ബോഡി ഫിറ്റ്നസ്സുള്ള ആകാര സൗഷ്ഠവവും സൗന്ദര്യവുമുണ്ട്. അഭിനയം അല്പം തേച്ച് മിനുക്കിയെടുക്കുകയാണെങ്കിൽ വീണ്ടും അഭിനയത്തിൽ വസന്തം വിരിയിക്കാൻ വിനീതിന് കഴിയും. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ ഇദ്ദേഹം തൻ്റെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ റൊമാൻറ്റിക് സ്റ്റാറായ കഥാപാത്രം. റൊമാൻറ്റിക് ഹീറോ ആയ ഈ കഥാപാത്രം വിനീത് തൻ്റെ കൈകളിൽ സുഭദ്രമാണെന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ഈ സിനിമയിലെ ഇദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരുന്നു പോകും. അത്രമാത്രം തന്മയത്വത്തോടെയാണ് വിനീത് തനിക്ക് ലഭിച്ച വേഷം മനോഹരമാക്കിയത്. വിനീത് കുമാർ ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം നല്ല ഒരു സംവിധായകൻ കൂടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട്, ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കിയെടുത്ത പവി കെയർടേക്കർ എന്നീ സിനിമകൾ വലിയ മോശമല്ലാത്ത രീതിയിലാണ് വിനീത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിനീതിന് നല്ല റോളുകൾ ലഭിക്കുന്നുണ്ട്. ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ വിനീതിന് വീണ്ടും സിനിമയിൽ ഒരു വസന്തം കൂടി വിരിയിക്കാം. ആത്മാർത്ഥമായ ശ്രമം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവർ നിൽക്കുന്ന മേഖലയിൽ എപ്പോഴെങ്കിലും ഒരു നല്ല സമയം വരും. തീർച്ച അത് നിലനിർത്തുക എന്നതാണ് ശ്രമകരം. ഇനിയുള്ള കാലം ഈ മനോഹരമായ കണ്ണുകളുള്ള വിനീത് കുമാറിന് കൈനിറിയ സിനിമകൾ അഭിനയിക്കുവാനും സംവിധാനം ചെയ്യുവാനും ലഭിക്കട്ടെ എന്ന് ജി പീസ് മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു.